എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചന്ദ്രദിന ക്വിസിനെ കുറിച്ചാണ്. അപ്പൊ ചന്ദ്രദിന ക്വിസിന്റെ 50 ചോദ്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. രണ്ടാമത്തെ ചോദ്യം, ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 20. മൂന്നാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏതാണ്? ലൂണ 2. നാലാമത്തെ ചോദ്യം, ലൂണ 2 ചന്ദ്രനിൽ ഇറങ്ങിയ ദിവസം എന്നാണ്? 1959 സെപ്റ്റംബർ 14 ലൂണ 2 ചന്ദ്രനിൽ ഇറങ്ങിയത്. അഞ്ചാമത്തെ ചോദ്യം, ചന്ദ്രന്റെ ഭൗതിക പര്യവേഷണം തുടങ്ങിയത് ഏത് രാജ്യമായി? സോവിയറ്റ് യൂണിയൻ. ആറാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം എന്താണ്? കറുപ്പ്. നമ്മുടെ ഏഴാമത്തെ ചോദ്യമാണ്, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം എന്താണ്? 1969. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? സെലനോളജി. ഒൻപതാമത്തെ ചോദ്യം, ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ഏറ്റവും അടുത്ത് വരുന്ന പ്രതിഭാസം എന്താണ്? സൂപ്പർമൂൺ. പത്താമത്തെ ചോദ്യം, ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 1.3 സെക്കൻഡ്. എത്രയാണ്? 1.3 സെക്കൻഡ്. 11ാമത്തെ ചോദ്യം, അമ്പിളി അമ്മാവ താമരക്കുമ്പിളിൽ എന്നുണ്ട് പ്രശസ്തമായ ഈ വരികൾ എഴുതിയതാരാണ്? ONV കുറുപ്പിന്റെ വരികളാണിത്, ഓർത്തിരിക്കുക. 12ാമത്തെ ചോദ്യം, ചന്ദ്രന്റെ എത്ര ശതമാനം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ്? ചന്ദ്രന്റെ 59% നമുക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും. 13ാമത്തെ ചോദ്യം, ചന്ദ്രന്റെ പേരിലുള്ള ദിവസം ഏതാണ്? തിങ്കൾ. നമ്മുടെ 14ാമത്തെ ചോദ്യം, ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ്? 10 കിലോഗ്രാം. അതായത് ഭൂമിയിലെ 1/6. ഓർത്തിരിക്കുക. നമ്മുടെ 15ാമത്തെ ചോദ്യം, ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം? 27.32 ഭൗമദിനങ്ങൾ. നമ്മുടെ 16ാമത്തെ ചോദ്യം, ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രന് പറയുന്ന പേരെന്താണ്? ബ്ലൂ മൂൺ. നമ്മുടെ 17ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ഗലീലിയോ ഗലീലി. നമ്മുടെ 18ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ഒരു ദിവസം എന്നത് എത്ര മണിക്കൂറാണ്? 708 ഭൗമ മണിക്കൂർ. നമ്മുടെ 19ാമത്തെ ചോദ്യം, ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ? ഹിജ്റ കലണ്ടർ. നമ്മുടെ 20ാമത്തെ ചോദ്യമാണ്, ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ എത്ര മടങ്ങാണ്? 1/6. അതുകൊണ്ടാണ് 60 കിലോഗ്രാം ഉള്ള ഭൂമിയിൽ 60 കിലോഗ്രാം ഉള്ള ഒരാള് ചന്ദ്രനിൽ 10 കിലോഗ്രാം ആയിട്ട് മാറും. നമ്മുടെ 21ാമത്തെ ചോദ്യം, ചന്ദ്രൻ ഭൂമിയിൽ നിന്നും എത്ര അകലെയാണ്? 3,84,403 കിലോമീറ്റർ. നമ്മുടെ 22ാമത്തെ ചോദ്യം, ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേരെന്താണ്? ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേരാണ് റിഗോലിത്ത്. നമ്മുടെ 23ാമത്തെ ചോദ്യം, ചന്ദ്രന്റെ വ്യാസം എത്രയാണ്? 3,474 കിലോമീറ്റർ. നമ്മുടെ 24ാമത്തെ ചോദ്യം, ചന്ദ്രനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് ദേവത ഏതാണ്? സെലിൻ. 25ാമത്തെ ചോദ്യം, സെലിൻ എന്ന പേരിന് സമാനമായ റോമൻ പേര്? ലൂണ. നമ്മുടെ 26ാമത്തെ ചോദ്യം, ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകൾക്ക് പറയുന്ന പേരെന്താണ്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകൾക്ക് പറയുന്ന പേരാണ് മരിയ. നമ്മുടെ 27ാമത്തെ ചോദ്യം, ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ടെറേ. നമ്മുടെ 28ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? സിലിക്കൺ. നമ്മുടെ 29ാമത്തെ ചോദ്യം, ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. നമ്മുടെ 30ാമത്തെ ചോദ്യം, ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതാണ്? ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തമാണ് ന്യൂട്ടൺ ഗർത്തം. നമ്മുടെ 31ാമത്തെ ചോദ്യം, ചന്ദ്രനിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ലെബിനിറ്റിസ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ലെബിനിറ്റിസ്. ഓക്കെ. നമ്മുടെ 32ാമത്തെ ചോദ്യം, ബഹിരാകാശ വാഹനങ്ങളിൽ വയ്ക്കുന്ന സസ്യം ഏതാണ്? ബഹിരാകാശ വാഹനങ്ങളിൽ വയ്ക്കുന്ന സസ്യമാണ് ക്ലോറല്ല. 33ാമത്തെ ചോദ്യം, ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണ വലം വയ്ക്കുന്നുണ്ട്? ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ 13 തവണയാണ് വലം വയ്ക്കുന്നത്.
നമ്മുടെ 34ാമത്തെ ചോദ്യം, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രകലകൾ വലുതാവുന്നതിന് പറയുന്ന പേര് വൃദ്ധി, വാക്സിൻ എന്നാണ് പറയുന്നത്. 35ാമത്തെ ചോദ്യം, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രകലകൾ ചെറുതാവുന്നതിന് പറയുന്ന പേര് ക്ഷയം, വാനിങ് എന്നാണ്. നമ്മുടെ 36ാമത്തെ ചോദ്യം, സൂപ്പർ മൂൺ എന്നാൽ എന്താണ്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് സൂപ്പർ മൂൺ എന്ന് അറിയപ്പെടുന്നത്. 37ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ഭൂമി വാങ്ങിയ ബോളിവുഡ് നടൻ ആരാണ്? സുശാന്ത് സിംഗ് രാജ്പൂത്. നമ്മുടെ 38ാമത്തെ ചോദ്യം, സൗരയുധത്തിലെ ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്രാമതാണ്? 5ാം സ്ഥാനമാണ്. സൗരയുധത്തിലെ ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം 5. നമ്മുടെ 39ാമത്തെ ചോദ്യം, ബെർഷിറ്റ് എന്ന പേരിൽ ബഹിരാകാശ പേടകം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇസ്രായേൽ. നമ്മുടെ 40ാമത്തെ ചോദ്യം, സെലീൻ എന്ന ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ. 41ാമത്തെ ചോദ്യം, ലൂണ എന്ന പേരിൽ പര്യവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യം ഏതാണ്? റഷ്യ. നമ്മുടെ 42ാമത്തെ ചോദ്യം, ചന്ദ്രോപരിതലത്തിൽ നിന്നും കണ്ടെത്തിയ ധാതുക്കളിൽ ടൈറ്റാനിയം ധാരാളമായി കാണുന്ന ധാതു ഏതാണ്? അർമല കോലൈറ്റ്. അർമല കോലൈറ്റിലാണ് ടൈറ്റാനിയം ധാരാളമായി കാണുന്നത്. 43ാമത്തെ ചോദ്യം, ഏത് ബോളിവുഡ് താരത്തിന്റെ പേരാണ് ചന്ദ്രനിലെ ഒരു ഗർത്തത്തിന് നൽകിയിരിക്കുന്നത്? ഷാറുഖ് ഖാൻ. നമ്മുടെ 44ാമത്തെ ചോദ്യം, ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ആര്യഭടൻ. നമ്മുടെ 45ാമത്തെ ചോദ്യമാണ്, ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ ഏതാണ്? ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്ര ശാഖയാണ് സെലനോഗ്രഫി. എന്താണ് സെലനോഗ്രഫി? ഓർത്തിരിക്കാം. നമ്മുടെ 46ാമത്തെ ചോദ്യം, സെലനോഗ്രഫിയുടെ പിതാവ് ആരാണ്? സെലനോഗ്രഫിയുടെ പിതാവാണ് ജോഹാൻ ഹെൻറിച്ച് വോൺ മൈറ്റ്ലർ. വലിയ പേരല്ലേ? നമുക്കൊന്നുകൂടെ പറയാം. എന്താണ്? ജോഹാൻ ഹെൻറിച്ച് വോൺ മൈറ്റ്ലർ. നമ്മുടെ 47ാമത്തെ ചോദ്യം, നാസയുടെ ചന്ദ്രദൗത്യങ്ങൾക്കുള്ള പേര്? അപ്പോളോ. നാസയുടെ ചന്ദ്രദൗത്യങ്ങൾക്കുള്ള പേര് എന്താണ്? അപ്പോളോ. നമ്മുടെ 48ാമത്തെ ചോദ്യം, നാസയുടെ ഇനി നടക്കാനിരിക്കുന്ന ചാന്ദ്രദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ആർതെമിസ്. എന്താണ്? ആർതെമിസ്. നമ്മുടെ 49ാമത്തെ ചോദ്യം, ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏതാണ്? ലൂണാർ റോവർ. അപ്പം നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. പാർട്ട് 2 വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ പാർട്ട് 2 വീഡിയോ കറക്റ്റ് ആയിട്ട് കാണാം. താങ്ക് യു.